സ്മിനി ചേച്ചി ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ധ്യാൻ ചേട്ടൻ പൈസ പോലും നോക്കാതെ ഒരു മൂവിക്ക് വിളിച്ചാ പോകുന്നു അഭിനയിക്കാൻ. ഞാൻ പൈസ പോലും നോക്കാതെ ഞാൻ പോകും. ഞാനോട്ടും പൈസ നോക്കാറില്ല. നല്ല സിനിമയാണെങ്കിൽ പോയി അഭിനയിക്കും. അങ്ങനെ ഒരു നോട്ടോ. തള്ളിക്കോ. നല്ല സിനിമയാണെങ്കിൽ പൈസ നോക്കാറില്ല. നല്ല സിനിമയാണെങ്കിൽ പൈസ നോക്കാറില്ല. പക്ഷെ ഈ ഡേറ്റ് എല്ലാ പടങ്ങളിലും പൈസ വാങ്ങിക്കാറുണ്ട്. ഈ ഇടയായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ആണല്ലേ. ഏത് സിനിമയിൽ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് കിട്ടിയെന്ന് പറയാൻ പറ്റും? പറയാലോ. എന്തൊക്കെ അറിയണം? കുഴപ്പമില്ല, ചുമ്മാ പറ്റെങ്കിൽ പറഞ്ഞാൽ മതി. കൊച്ചിന്റെ ആഗ്രഹം ഗൂഗിൾ പേ ഉണ്ടോ എന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് ഒന്നും വേണ്ട, ചുമ്മാ അറിഞ്ഞിരിക്കാലോ ഏതിലാണെന്നുള്ളത്. ഇപ്പൊ ഷാജോൻ ചേട്ടൻ കുറെ സീരിയസ് റോൾസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇതും ഒരു സീരിയസ് റോള് തന്നെയാണോ? ഇതങ്ങനെ സീരിയസ് റോളൊന്നും അല്ല. ഇതിനാ ജോജി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ധ്യാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ നെയ്ബറാണ്, ധ്യാൻ്റെ ഒരു ഫ്രണ്ടാണ്, ഒരു മെന്ററാണ്. എന്തെങ്കിലും കാര്യങ്ങളുണ്ട് ഡിസ്കസ് ചെയ്യുന്ന ആളാണ്. ഫാമിലി ഫ്രണ്ട്സ് ആണ് ധ്യാൻ്റെ, ദിവ്യയുടെ ക്യാരക്ടറും സ്മിനുവിന്റെ ക്യാരക്ടറും ഒക്കെ. അപ്പൊ അങ്ങനെ ധ്യാനുമായിട്ടായിരുന്നു എനിക്ക് കൂടുതലും കോമ്പിനേഷൻസ് ഒക്കെ. ധ്യാനുമായിട്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു രസമുള്ള ക്യാരക്ടറായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോഴും എനിക്ക് സിനിമ കണ്ടപ്പോഴും എനിക്ക് അങ്ങനെ തോന്നി. അപ്പൊ ഇനിയിപ്പം സിനിമയെ പറ്റി പറയേണ്ടത്, അതെ. പക്ഷെ ഞാൻ ഒരു ആർട്ടിക്കിളിൽ വായിച്ചു ഇതൊരു ട്രൂ സ്റ്റോറി ആണെന്ന്. ഇപ്പൊ ട്രൂ സ്റ്റോറി എന്ന് പറയുമ്പോഴേ ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കുമല്ലോ കാണാൻ. ഒരു മാരീഡ് കപ്പിൾ ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ ആണെന്ന് പറയും. അപ്പൊ ഇതൊരു ട്രൂ സ്റ്റോറി ആണെന്ന് ധ്യാൻ ചേട്ടൻ അറിയാമായിരുന്നോ? ഇത് പലരുടെയും ലൈഫിൽ ഇപ്പം ഇതായിട്ടുള്ള ഇങ്ങനത്തെ കുറെ സൈബർ ക്രൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പം സ്വാഭാവികമായിട്ടും നമ്മളെ സാധാരണക്കാർ നമ്മൾ അറിയണമെന്നില്ല. പക്ഷെ ഇത് പല കോമണേഴ്സും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്യൂ, അല്ലെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നു പണ്ട് തന്നെ ഈ MMS ക്ലിപ്പൊക്കെ വന്നു തുടങ്ങിയ സമയത്ത് തന്നെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള സമയത്ത് ചില ഇതുപോലെ തന്നെ ഫേക്ക് ക്ലിപ്സ് ഒക്കെ വെച്ചിട്ട് കല്യാണമൊക്കെ മുടക്കിയിട്ടുണ്ട് ആൾക്കാർ. കല്യാണത്തിന് 2 ദിവസം മുന്നേ ഒക്കെ പെണ്ണിന്റെ ഇതേപോലെ തന്നെ നാട്ടിലൊക്കെ നാട്ടുമ്പുറത്തൊക്കെ ഇതേപോലെ സാമ്യമുള്ള കുട്ടിയുടെയൊക്കെ ഇങ്ങനത്തെ MMS ക്ലിപ്പൊക്കെ ഇറക്കിയിട്ട് ആ കുട്ടീനെ പോലെ എവിടെയെങ്കിലും ഒക്കെ ചായ ഉണ്ടാവും. അങ്ങനത്തെ MMS ക്ലിപ്പൊക്കെ വന്നിട്ട് ഇത് കല്യാണത്തിന്റെ കറക്റ്റ് 2 ദിവസം മുന്നേ കൊണ്ട് ഇറക്കിയിട്ട് കല്യാണം മുടക്കി കളയും. ഓക്കെ, അതൊക്കെ കറക്റ്റ്. അതിന് എന്താ പറയണ്ട, ഇതൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് ഉള്ള എത്രയോ വർഷങ്ങളായിട്ടുള്ള സാധനങ്ങളാണ്. ഇത് എത്ര പേര് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എത്ര പേര് ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനെ ഇതിനകത്ത് നമ്മളതിനെ എത്ര പേര് പുറത്തു പറയും എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഒരു ഇഷ്യൂലൊക്കെ പെടുമ്പോൾ പലരും ഇതിപ്പോ കഴിഞ്ഞ ദിവസം വരെ ഹണി ട്രാപ്പ് ഒരു പുള്ളിയുടെ 2.5 കോടി രൂപയോളം ഒരു അദ്ദേഹത്തിന്റെ എനിക്കൊന്ന് 2.5 crore ഒരു വർഷത്തോളമായിട്ട് അവരെ അറസ്റ്റ് ചെയ്തു, ഒരു കപ്പിള്. അപ്പം ഇതൊക്കെ നടക്കുമ്പോഴല്ലെങ്കിൽ പുറത്ത് വാർത്തയായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയുന്നത്. അപ്പം ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് എക്സ്പീരിയൻസ് വന്നിട്ടില്ലല്ലോ അല്ലേ ഹണി ട്രാപ്പ്? അല്ല അങ്ങനെ ഉണ്ട്, ഞാൻ പറയില്ല. അല്ല, ബട്ട് ഇത് നല്ലൊരു റെലവെന്റ് ഒരു ടോപ്പിക് ആണ്. സോ അത് സൊസൈറ്റിയിൽ നല്ല രീതിയിൽ എത്തട്ടെ അല്ലെ. ഈ കൂട്ടത്തില് ധ്യാൻ ചേട്ടനെയൊക്കെ കൂടുതൽ തഗ് പറയുന്ന ആരാ? ഷാജു ചേട്ടാ? ധ്യാൻ തന്നെയാണ് പറയുന്നത്. ആണോ? ഈ അവിടെ നമ്മുടെ ലൊക്കേഷനിൽ ഇങ്ങനെയാണ് രാവിലെ 1 3 സീരിയസ്ലി ഞാനൊരു കോട്ടയുണ്ട് അത് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ആണോ? വടക്കു നോക്കി യന്ത്രത്തില് ശ്രീനേട്ടൻ മറ്റേ വാഴച്ചൂട്ടി കൊണ്ടുപോയി നിർത്തി കഥ പാറു ചേച്ചിയോട് പറയുന്ന പോലെ അങ്ങനെ പക്ഷെ ധ്യാൻ ചേട്ടന്റെ തെഗാണെന്ന് ധ്യാൻ ചേട്ടന്റെ തഗ്ഗാണ് മെയിൻ അല്ലേ? ധ്യാൻ ചേട്ടൻ എന്തൊരു ഫാൻസാ ഉള്ളത്. ഇന്റർവ്യൂ തന്നെ കാണാൻ എത്ര പേരാ ഉള്ളത് അല്ലേ? അപ്പം ഇതുപോലെ ഇന്റർവ്യൂല് ഇങ്ങനെ കാണിക്കാം. ഇപ്പൊ കോമ്പോസ് കുറെ പേരുണ്ടല്ലോ. ധ്യാൻ ചേട്ടന്റെ കൂടെ ഒരുപാട് കോമ്പോസ് ഉണ്ട്, ഇന്റർവ്യൂ കോമ്പോസ് ഉണ്ട്. അതുപോലെ ഇപ്പൊ ഷാലും ധ്യാൻ ചേട്ടനായിട്ട് കുറെ മൂവീസ് ഇപ്പൊ ചെയ്തിട്ടുണ്ട് അല്ലേ? 2 മൂവീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ബേസിൽ ധ്യാൻ, മണിക്കുട്ടൻ. ബേസിൽ ധ്യാൻ എന്ന് പറഞ്ഞപ്പോ ബേസിലേട്ടൻ ഏറിപ്പോയത് അറിഞ്ഞായിരുന്നോ? ഈ കഴിഞ്ഞ ദിവസം വിളിച്ചോ? എന്നിട്ട് അല്ല, അവനത് വേണം. സംഭവം നടന്നു പോയ ആളാ ഇവനെ മനസ്സിലായിട്ടില്ല. എനിക്കൊന്നും ഇവനെ അറിയേയില്ല എന്നാ പുള്ളിക്ക്. ടോവിനോട് കമന്റ് കണ്ടായിരുന്നു. ടോവി എന്തോ ഇട്ടായിരുന്നു അതിൽ, അത് ഭയങ്കര വൈറലായിരുന്നു. കാരണം അത് എന്തുകൊണ്ട് ഇട്ടേന്നറിയോ?
അതറിഞ്ഞിട്ടില്ല. ഇത് ടോവിനോ ആക്ച്വലി ഇതിനെ ഇത് എയറിലാവാൻ ചെയ്തപ്പോ. കാരണം ബേസിലും ടോവിനോ രണ്ടുപേരും കൂടി ഒന്ന് പൂജയ്ക്ക് പോയപ്പോ ഇങ്ങനെ തൊഴുകാൻ വേണ്ടി നിന്നപ്പോ എന്റെ ഒരു വീഡിയോ ഉണ്ട്. ടോവിനോ അത് ചെയ്തപ്പോഴേക്കും അവരത് മാറിപ്പോയി. അപ്പൊ ടോവിനോ ചമ്മിപ്പോയി. അത് തന്നെയാണ് ഇപ്പൊ തിരിച്ച് ബേസിൽ വന്നത്. അപ്പോൾ ബേസിൽ അതുകൊണ്ടാണ് കളിയാക്കി. അപ്പൊ ബേസിൽ എനിക്ക് നൈസായിട്ട് ടോബി ആളെ വിട്ടിട്ട് ചെയ്യിപ്പിച്ചതാണ് സാധ്യതയുള്ളൂ. ഫുട്ബോളുകാരനോട് പറഞ്ഞിരുന്നത് അവനെ മൈൻഡ് ചെയ്യണ്ടല്ലേ. ഇപ്പൊക്കെ ബേസിലെ നോട്ടം ഭയങ്കര കോമഡി കേട്ടോ. നോക്കി നിന്നിട്ട് അയാളങ്ങ് പോയിട്ട് ഭയങ്കര കോമഡി. ഇത്തരത്തിലുള്ള അവഗണന ഉണ്ടാവുന്ന നല്ലതാണ്. ബേസിലോട്ട് കേക്കണ്ട. നിങ്ങൾ ആരും അറിഞ്ഞിട്ടേ ഇല്ല, കേക്കണ്ടെന്ന്. ശരി, അതെ അറിയാൻ വേണ്ടിയൊന്നും പറഞ്ഞത്. കാരണം ചില സമയങ്ങളിൽ അത് നമ്മൾ എന്തൊക്കെയോ ആയി എന്നൊക്കെയുള്ള ഒരു വിചാരം വരുമ്പോ അവനത് ആവശ്യമായിരുന്നു. ആണല്ലേ. ചില സമയങ്ങൾ ഞാനും അങ്ങനെ അവനെ പണിക്കാറുണ്ട്. ഫോണൊക്കെ വിളിക്കുമ്പോ കട്ട് ചെയ്ത് കളയുക, എടുക്കാതിരിക്കുക. ചില വലിയ ആൾക്കാരൊക്കെ ഇതുപോലൊക്കെ വിളിക്കുമ്പോഴേ നമ്മൾ ഫോൺ എടുത്തിട്ട് ഫോൺ കാണും. നമ്മളപ്പോ നമ്മള് തിരക്കാണ്, തിരക്കാണെങ്കിൽ വേണ്ടി ഒരു 5 റിങ് അടിച്ചിട്ട് എന്നിട്ട് നമ്മള് എടുക്കൂല. ചേട്ടാ പറ, ഒരു പണിയില്ലാതെ ഇരിക്കും, ഏതെങ്കിലും സിനിമ കഴിയാൻ വേണ്ടി വിളിക്കായിരിക്കും. അപ്പോഴും നമ്മളെന്ത് ചെയ്യും, ഒരു അടുത്ത കോളിലും ഫസ്റ്റ് കോളിൽ എടുക്കൂല. ചില ആൾക്കാരുണ്ട് അങ്ങനത്തെ. ആരാളാ ഞാൻ. ധ്യാൻ ചേട്ടന്റെ ഉപദേശം കേൾക്കാൻ വേണ്ടി ആരെങ്കിലും വിളിക്കാറുണ്ടോ? എടാ ഞാനിങ്ങനെ പെട്ടിരിക്കുക, എന്നൊന്നും. എന്താ ശാലു എന്താ ചിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഞാൻ ഇവനെ എയർപോർട്ടിൽ വെച്ച് കണ്ടു. എയർപോർട്ടിൽ വെച്ച് കണ്ടോണ്ട് ഇവൻ എന്നെ ആദ്യമായി കാണുന്ന ഒരു സന്തോഷവും ഇതും. അപ്പൊ ഞാൻ തിരിഞ്ഞു പെട്ടെന്ന് ഞാൻ ഇവനെ കണ്ടപ്പോ നീ എന്താ എന്നെ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്ന രീതിയിലുള്ള സന്തോഷം. അപ്പൊ അവനോട് പറയാ, ഞാൻ ചേട്ടനെ പറ്റി ഇപ്പൊ ആലോചിച്ച് ചേട്ടനെ ഇതാക്കാൻ വേണ്ടി. അപ്പൊ ഇവരെന്നെ ഉപദേശം അന്വേഷിച്ചിട്ട് വിളിക്കാതിരുന്ന. അപ്പൊ ഞാനതാ ഞാൻ ആക്ച്വലി കണ്ടിട്ടില്ല കോൾ അതിന്റെ സമയത്ത്. പക്ഷെ ഇതുപോലെ ഉപദേശം തേടി വന്നു. എന്ത് ഉപദേശാന്നും കൂടെ ചോദിക്കട്ടോ. എന്താ ഉപദേശം? അല്ല എന്താന്ന് അറിയണം ഞാൻ. ഇല്ല, ഉപദേശമൊന്നുമില്ല. ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്ക് ധ്യാൻ ചേട്ടനെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാല് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കും. അറിയാറ് നമുക്കൂടെ ഇടയ്ക്ക് വിളിക്കാറ്. സിനിമകൾ ഒരു വിഷമഘട്ടത്തിൽ വന്നപ്പോ ഞാൻ സമാധാനിപ്പിച്ചിട്ടില്ലേ? ഞാൻ ലേഡീസിലാണ് കൂടുതൽ. ഇവൻ വിളിച്ചപ്പോ എടുത്തില്ല. പക്ഷെ അങ്ങനെ ഒരാളുള്ളത് നല്ലതല്ല. നമുക്കൊരു പ്രശ്നം വന്ന തമാശക്കാണെങ്കിലും ഒരാളിങ്ങനെ വിളിച്ച് സമാധാനം പറയുമ്പോ ഒരു സന്തോഷമല്ലേ? അത് ഒരു കാലയളവ് മൊത്തം ചെയ്തിരുന്ന ആളാണ് ഞാൻ. എന്നൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ആ സമയത്ത് പ്രണയം എന്തൊക്കെ ഉണ്ട്. ഈ പ്രണയബന്ധം ഉള്ളതുകൊണ്ട് സമയത്ത് തന്നെ ഇപ്പം ഞാൻ സ്നേഹിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ കൂട്ടുകാരികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ പല പല ഘട്ടങ്ങൾ വരുന്ന സമയത്ത് എന്നുവെച്ചാൽ അവരെന്തെങ്കിലും ബ്രേക്കപ്പോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വരുന്ന സമയത്ത് ഞാൻ വെറുതെ സുഖമല്ലടി പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും. എന്ത് സുഖം? അറിഞ്ഞിട്ടാ വിളിക്കണേ, അറിഞ്ഞിട്ടാ മെസ്സേജ് അയക്കണേ. എന്ത് പറ്റി? അല്ല ഒന്നും പറയണ്ടടാ, ഞാൻ വിളിക്കാം വിളിച്ചിട്ട് അവരൊരു സമാധാനിപ്പിക്കുമ്പോഴില്ലേ നമുക്കൊരു ആശ്വാസം, നമുക്കൊരു സമാധാനം കിട്ടും. ചില രീതിയിൽ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ആലോചിച്ചിട്ടില്ലേ? വെറുതെ ഒരാളെ മോട്ടിവേറ്റ് ചെയ്ത് വിടുക. ഇപ്പൊ ഞാൻ ചെയ്യാറില്ല. ഇപ്പൊ ഇതേപോലെ ആന്റിമാരൊക്കെ എന്നെ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്, അവനെ ശ്രദ്ധിച്ചോണോ, എന്റെ സ്ഥാനം നിനക്ക് മോക്ക് തന്നേക്കുവാന്ന് പറഞ്ഞേക്കുന്നത്. അമ്മയെ പോലെ. അതുകൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് ഇപ്പൊ ബേസിലേട്ടനോട് എന്ത് ഉപദേശം കൊടുക്കാനുള്ളത്? ആർക്കാ? ബേസിലേട്ടന്. അവനെന്ത് ഉപദേശിക്കാൻ? അവനല്ലേ നാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്, അവിടെ കിട്ടിക്കൊണ്ടിരിക്കണെന്നല്ലേ. ഇന്റർവ്യൂ സ്റ്റാർ എന്നാണ് ഇപ്പോൾ എല്ലാവരും ധ്യാൻ ശ്രീനിവാസനെ വിളിക്കുന്നത്. പടങ്ങളൊക്കെ ഒരു മിനിമം ആവറേജ് നിലയ്ക്കാണ് ഓടുന്നതെങ്കിലും ധ്യാൻ ശ്രീനിവാസന്റെ ഇന്റർവ്യൂസ് എല്ലാം എപ്പോഴും ഹിറ്റ് തന്നെയാണ്. എപ്പോൾ ഇന്റർവ്യൂ കൊടുത്താലും ഒരു വെടിക്കുള്ള മരുന്ന് അതിൽ തന്നെ ഉണ്ടാകും. ഇന്റർവ്യൂ തുടങ്ങുന്നത് മുതൽ അവസാനം വരെയും ചിരി പൊട്ടുകയും ചെയ്യും. എന്ത് വീട്ടുകാരെ പറ്റി പോലും കോമഡി പറയാൻ യാതൊരു മടിയുമില്ലാത്തൊരു നടൻ തന്നെയാണ് ധ്യാൻ ശ്രീനിവാസൻ. ഒപ്പമുള്ളവരുടെ കാര്യത്തിലാണെങ്കിലും ഐഡി എന്ന ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയ്ക്കാണ് ബേസിലിനെ പറ്റി പറയുന്നത്. ബേസിലിന്റെ ഈ ഇടയ്ക്ക് ട്രോളിൽ കയറി കുറെ കാര്യങ്ങളൊക്കെ കൈ കൊടുക്കാൻ പോയപ്പോൾ, ഷെയ്ക്കാൻഡ് കൊടുക്കാൻ പോയപ്പോൾ അത് കൊടുക്കാതിരുന്ന, അങ്ങനെ ആ സംഭവത്തെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വൈറലായി മാറിയത് ഈ ഇടയ്ക്കാണ്. ബേസിൽ എയറിലായതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബേസിലിന് അത് വേണം എന്നാണ് ധ്യാൻ പറയുന്നത്.
നമ്മൾ ചില സമയത്ത് എന്തൊക്കെയോ ആയെന്നൊക്കെ തോന്നുമ്പോൾ ഇങ്ങനെയുള്ള അവഗണനകളൊക്കെ നല്ലതാണ് എന്നാണ് ബേസിലിനെതിരെ ധ്യാൻ ശ്രീനിവാസൻ നൽകുന്ന ഒരു കൊട്ട്. ചിരിച്ചുകൊണ്ടാണ് ഇത് ധ്യാൻ പറയുന്നതെങ്കിലും അതിലെവിടെയോ ഒരു കാര്യമുണ്ടല്ലോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്.